നമസ്കാരം. ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. നമ്മളെല്ലാവരും ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നമ്മൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളോടാണ്, നിങ്ങൾ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസുകൾ ഇതുവരെ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ആലോചിച്ച് തുടങ്ങിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ ലൈസൻസ് എടുക്കണം എന്ന തീരുമാനം ഇന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം നമ്മൾ ഇലക്ട്രിക്കൽ മേഖലയിലെ ഒരു ലൈസൻസ് ലഭിക്കണമെങ്കിൽ ഒരു 5 വർഷം മുന്നേ അതിന് വരുന്ന കാലതാമസം ഒരു 1.5 വർഷം ആയിരുന്നെങ്കിൽ ഇന്നത് 3 വർഷം വരെ പിടിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസ് കിട്ടണമെങ്കിൽ ഇന്ന് ഈ 2026 നിങ്ങൾ തീരുമാനം എടുത്താൽ മിനിമം 3 വർഷം സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ 2029 ആകുമ്പോഴേക്കുമാണ് നമുക്ക് ഇലക്ട്രിക്കൽ ലൈസൻസ് കയ്യിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സാഹചര്യം വളരെ ഒരു ഗൗരവപരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു കാരണവശാലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നാളേക്ക് മാറ്റി വയ്ക്കരുത്. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ ഇലക്ട്രിക്കൽ വയർമാൻ ലൈസൻസ് എടുക്കുന്ന കാര്യത്തിലായാലും, നിങ്ങൾ വയർമാൻ പെർമിറ്റ് ലഭിച്ച് നിങ്ങളതൊരു കോൺട്രാക്ടർ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലായാലും, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പെർമിറ്റ് 4 വർഷം തികഞ്ഞാൽ ബി ക്ലാസ് എഴുതണോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന കാര്യത്തിലായാലും, ഇനി ബി ക്ലാസ് വേണ്ട 5 വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സി ക്ലാസിൻ്റെ ഇൻ്റർവ്യൂവിന് അപേക്ഷ കൊടുക്കാൻ ചിന്തിച്ച് നിൽക്കുന്ന കാര്യത്തിലാണെങ്കിലും, നിങ്ങൾ ഒരു ദിവസം പോലും മാറ്റി വയ്ക്കാതെ അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക. നമ്മുടെ കാര്യമാണ് എന്ന ചിന്താഗതിയിൽ നിങ്ങൾ ചിന്തിക്കുക. കാരണം ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും മിനിമം 2 വർഷം ഡിലേ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന അവസരങ്ങൾ അത് എപ്പോഴാണ് നമുക്ക് വരിക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് നമ്മളിൽ നിന്ന് കൈവിട്ടു പോവാതിരിക്കാൻ നമ്മൾ ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഫ്രണ്ട്സ് അക്കാദമി 2011 മുതൽ ഇലക്ട്രിക്കൽ സംബന്ധമായ ലൈസൻസുകൾക്ക് വേണ്ട ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ 2026 കടന്നിരിക്കുകയാണ്. ഈ സമയത്തും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ കുറേ പോസ്റ്ററുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ഓരോ മേഖലയിൽ ചെന്നാലും ഓരോ സ്ഥലത്ത് ചെന്നാലും നമ്മുടെ സ്റ്റുഡൻസിനെ കാണാനും അവരുടെ ആ ഒരു ജീവിതത്തിൽ വന്ന നിലവാരം ഉയർത്തി എന്നുള്ള ആ ഒരു സന്തോഷ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതാണ് നമ്മുടെ ഊർജം. ആ ഊർജം അത് നമുക്ക് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2026 കടക്കുമ്പോഴും നമ്മൾ ചെയ്തു വന്ന രീതി ശരിയാണ് എന്ന തിരിച്ചറിവിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഞങ്ങളിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഞങ്ങൾ പറയുന്നത് പോലെ എഴുതാനും വായിക്കാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ എന്തിനാണോ അഡ്മിഷൻ എടുത്തത് ആ കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞങ്ങൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ചെയ്യില്ല. നിങ്ങളുടെ കാര്യം നല്ല രീതിയിൽ നടക്കണമെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അത് നിങ്ങൾ വയർമാൻ പെർമിറ്റ് ആണെങ്കിലും, സി ക്ലാസ് ലൈസൻസ് ആണെങ്കിലും, ബി ക്ലാസ് ലൈസൻസ് ആണെങ്കിലും, അതേപോലെ തന്നെ ഓട്ടോ കാഡിൻ്റെ ക്ലാസ് ആണെങ്കിലും, നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ രീതി. അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കിയ ശേഷം അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾ നമ്മളെ അനുസരിക്കാൻ തയ്യാറാവണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആലോചിച്ചോളൂ, നാളേക്ക് മാറ്റി വെക്കാതിരിക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. വീണ്ടും പറയുന്നു, ആലോചിച്ചോളൂ, സമയം കളയരുത്. ഓക്കെ, താങ്ക് യു.